കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കൊല്ലത്ത് മഴയോട് മഴയാണ് കേട്ടോ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും പതിവ് തെറ്റിക്കാതെ മീൻകാരൻ ചേട്ടൻ ഇന്ന് നല്ല പെടക്കണ മത്തിയായിട്ടാണ് വന്നേക്കുന്നത്. മത്തി കണ്ടപ്പോഴത്തേന് അപ്പുക്കുട്ടനും ജിമ്മിക്കുട്ടനും ഒരുപാട് ഹാപ്പിയായി കേട്ടോ. ഞാൻ കയ്യോടെ കൊണ്ടുപോയി അതെല്ലാം കഴുകി വൃത്തിയാക്കി. ഇന്ന് എനിക്ക് കൂട്ടിന് അപ്പുക്കുട്ടനും ഉണ്ടായിരുന്നു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഉപ്പിട്ട് നന്നായിട്ട് ഉരവി. എല്ലാ മീനിലും നിറച്ച് മുട്ടയുണ്ടായിരുന്നു കേട്ടോ. വറക്കാനുള്ള മീനെല്ലാം തലയോട് കൂടിയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഞങ്ങളുടെ കൊല്ലത്ത് കുറച്ച് വീടുകളിലൊക്കെ ഇങ്ങനെ തലയോട് കൂടി മീനൊക്കെ വറക്കാൻ എടുക്കും. അങ്ങനെ അതിൽ അരപ്പെല്ലാം തേച്ച് പെരട്ടി അങ്ങ് മാറ്റി വെച്ചു. അരി തിളച്ചപ്പോൾ അത് സൈഡിലോട്ട് ഊറ്റി വെച്ചിട്ട് തേങ്ങ പൊട്ടിച്ചപ്പോൾ രണ്ടും രണ്ട് സൈസായി പോയി. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് തിരുമി എടുത്തു കേട്ടോ. പെട്ടെന്ന് മീനുള്ള അരപ്പ് തയ്യാറാക്കി മീൻകറി അങ്ങ് അടുപ്പത്തോട്ട് വെച്ചു. മീൻകറി അടുപ്പത്തിരുന്നാകുമ്പോഴത്തേന് ചൂടോടെ മത്തിയൊക്കെ അങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് എണ്ണ ഒഴിച്ച് കരിയാപ്പില ഇട്ട് അതിന്റെ പുറത്ത് മത്തി നിരത്തി അങ്ങ് വെച്ച് കേട്ടോ. നല്ല മണമായിരുന്നു അടുക്കള മുഴുവൻ. വീട്ടിൽ നിന്ന് വന്നപ്പോൾ 4 കോവയ്ക്ക ഉള്ളത് ഞാൻ അങ്ങ് മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം വേറെ പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ മെഴുക്കുവരട്ടിയും വെച്ച് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടിരുന്ന് ചോറുണ്ടു. അപ്പോൾ അത്രേ ഉള്ളൂ.